എങ്ങനെയാണ് ഒരു ചാറ്റ് GPT ഓർ എനി AI വർക്ക് ചെയ്യുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്? എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരുന്നത്? സോ അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് മാത്സ്. ഓക്കെ, സോ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു ആർക്കിടെക്ചറാണ് നമ്മുടെ LSTM. ഫസ്റ്റ് ANN വന്നു, പിന്നെ RNN വന്നു, പിന്നെ LSTM വന്നു, പിന്നെ ഇപ്പൊ ട്രാൻസ്ഫോമേഴ്സ്. മൊത്തം ഒരു ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് certain യൂസ് കേസസിന് ട്രാൻസ്ഫോമേഴ്സ്, അതായത് ഈ ലേറ്റസ്റ്റ് വൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു ആർക്കിടെക്ചറിൽ ഫോളോ ചെയ്യുന്ന യൂസ് കേസസിന് മാത്രമേ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാൻ പറ്റൂ. സോ ഓരോ ആർക്കിടെക്ചറിന് ഓരോ യൂസ് കേസസ് ഉണ്ട്. അതിൻ്റെ ആർക്കിടെക്ചറിന് പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടെങ്കിൽ നമ്മൾ ആർക്കിടെക്ചർ ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. സോ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ബേസിക് ലെവൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് LSTM. ഓക്കെ, സോ നിങ്ങൾ LSTM എവിടെ പോയി സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോമൺ ആയിട്ട് എല്ലാവരുടെയും കാണാൻ പറ്റും. എന്താണ് ഈ ആർക്കിടെക്ചർ ഓർ ഈ ഫ്ലോ ഡയഗ്രാം? ഈ ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും മെമ്മറി, ഹിഡൻ സ്റ്റേറ്റ്, ഇൻപുട്ട്, കുറേ ആക്ടിവേഷൻസ് ഫങ്ഷൻസ്, പിന്നെ ഔട്ട്പുട്ട്. ഇത് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇവിടെ എന്തോ ഒരു വാല്യൂ ഉണ്ട്. ഇത് നമ്മുടെ ഇൻപുട്ട്, ഈ X എന്ന് പറയുന്നത്. ഇത് ഇതിലേ പോവും. ഓക്കെ, സോറി, ഇതിലേ പോവും. ഇവിടുന്ന് എന്തോ സംഭവിക്കും, അതേപോലെ ഇവിടെയും പോവും. ഇതിൽ നിന്ന് എന്തോ സംഭവിക്കും. ഫൈനലി ഒരു 2 ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഫ്ലോ ഞാൻ കാണിച്ചു തരാം. ഇതൊരു റാൻഡം ജിഫ് ആണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. സോ എന്താണ് ഈ നമ്പേഴ്സ്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത് എന്തോ പോകുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു, ഇവിടെ നിന്ന് അപ്ഡേറ്റ് ആകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഒരു വേർഡ് എടുക്കാം. I am രാഹുൽ. ഓക്കെ, രാഹുൽ ആണ്, മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. രാഹുൽ. ഓക്കെ, ഈ I എന്ന് പറയുന്ന ഈ വേർഡ് ഇവിടത്തേക്ക് ഇൻപുട്ട് പോകും. നമ്മളെങ്ങനെയാ ചാറ്റ് GPT എടുക്കുക? I am രാഹുൽ എന്ന് അയക്കുക. അതിൻ്റെ ഇന്റേണൽ വർക്കിംഗിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ I am അതുൽ. ഈ I എന്ന് പറയുന്ന വേർഡിനെ ഒരു വെക്റ്റർ എംബഡിങ്ങിലേക്ക് മാറ്റും. അതായത് certain നമ്പേഴ്സ് ഈ വേർഡിന് വേണ്ടി അസൈൻ ചെയ്യും. അത് റാൻഡം ആയിട്ട് അസൈൻ ചെയ്യുന്നതല്ല. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് NumPy കൊണ്ട് അസൈൻ ചെയ്തതാണ്. ബട്ട് ഇങ്ങനെയല്ല. ആക്ച്വലി ഇതിൻ്റെ ബിഹൈൻഡിൽ ഒരു മോഡൽ, ഒരു certain മോഡൽ ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും അതിനെ എംബഡിങ് ചെയ്യുക. ഇവിടെ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഈ നമ്പേഴ്സ് ഇവിടുത്തെ ഇൻപുട്ട് ഈ XT എന്ന് പറയുന്ന വാല്യൂയിലേക്ക് പോകും. സോ ഇവിടെ ഒരു ഫോർഗെറ്റ് ഗേറ്റ് ഉണ്ട്. എന്താണ് ഫോർഗെറ്റ് ഗേറ്റ്? സോ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, LSTM 3 ടൈപ്പ് ഓഫ് ഗേറ്റ് ആയിട്ട് സ്പ്ലിറ്റഡ് ആണ്. ഫോർഗെറ്റ് ഗേറ്റ്, ഇൻപുട്ട് ഗേറ്റ്, ഔട്ട്പുട്ട് ഗേറ്റ്. ഓക്കെ, ഫോർഗെറ്റ് ഗേറ്റ് പേര് പോലെ തന്നെ
എത്ര ലെവൽ ഓഫ് ഇൻഫർമേഷൻസ് ഫോർഗെറ്റ് ചെയ്യണം, അതാണ് ഇതിൻ്റെ പണി. അതാണ് ബേസിക്. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്ന നമ്പർ ഈ സിഗ്മോയിഡ് ഫംഗ്ഷനിൽ പോകും. ഇത് സിഗ്മോയിഡ് ഫംഗ്ഷനാണ്. ശരി, ഇനി സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്താ? സിഗ്മോയിഡ് ഫംഗ്ഷൻ ഒന്നുമില്ല. ബേസിക്കലി ഒരു കൊടുക്കുന്ന വാല്യൂവിൻ്റെ എത്ര ശതമാനം, എത്ര പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ട്, പെർസെൻറ്റേജും ഔട്ട്പുട്ടും. ഓക്കെ, ഡിഫറൻസ് ആണ്. പെർസെൻറ്റേജ് ഇവിടത്തേക്ക് ഈ മെമ്മറി സ്റ്റേറ്റിലേക്ക് പോയി ചേരണം. ഇതാണ് ഈ ഫോർഗെറ്റ് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ. സോ ബേസിക്കലി ഞാനിവിടെ ഈ കോഡ് എടുക്കാം. ഇനീഷ്യലി ഫോർഗെറ്റ് ഹിസ്റ്ററി, ഇതാണ് ആ ഫോർഗെറ്റ് ഗേറ്റ്. ഓക്കെ, ഫോർഗെറ്റ് ഗേറ്റ് ഇനീഷ്യലി 0 ആയിരിക്കും. 0 ഒന്ന് നമ്മുടെ എപ്പം ഐ എന്ന് പറയുന്ന വേർഡ് നമ്മൾ കൊടുക്കും, ആ ടൈമിൽ ആ ഒരു വേർഡിൻ്റെ എംബഡിങ്സും നമ്മൾ കൊടുക്കുന്ന വേർഡിൻ്റെ എംബഡിങ്സും ഈ സിഗ്മോയിഡ് ഫംഗ്ഷനും പ്ലസ് വെയ്റ്റ്സ് ഉണ്ട്, ചില ടൈം ബയസും ഉണ്ട്. ചില ടൈമല്ല, ബയസ് എന്തായാലും ഉണ്ടാവും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. വെയ്റ്റ്സും ബയസും ആഡ് ചെയ്ത് സിഗ്മോയിഡ് ഫംഗ്ഷൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇ പവർ എക്സ് ഡിവൈഡഡ് ബൈ ഇ പവർ എക്സ് പ്ലസ് 1. അതും ആഡ് ചെയ്തിട്ട് എവിടെ കിട്ടുന്നൊരു വാല്യൂ ആയിരിക്കും ഈ സംഭവം, ഈ 5 2 3 4. ഇത് നമ്മുടെ ട്രെയിനിങ്ങിൽ വരുമ്പോൾ റാൻഡമായിട്ടല്ല, ഇങ്ങനെയൊരു അപ്ഡേഷൻ നടന്നിട്ടായിരിക്കും ജോയിൻ ചെയ്യുക. സോ ഫോർഗെറ്റ് ഗേറ്റ് അങ്ങനെ അപ്ഡേറ്റ് ആവും. സെയിം ടൈം അതേ വാല്യൂ ഇവിടെ പോകും. എന്താണിത്? ഇൻപുട്ട് ഗേറ്റ്. ഈ ഇൻപുട്ട് ഗേറ്റിൽ പോയിട്ട് ഇവിടെയും ഇവിടുന്ന് ഒരു വെയിറ്റ് അപ്ഡേറ്റ് ആവും, ഇവിടുന്ന് വരുന്നതിൻ്റെ ഒരു വെയിറ്റ് അപ്ഡേറ്റ് ആവും, ഇവിടെ ഒരു ബയസ് ഉണ്ടാവും, പ്ലസ് സിഗ്മോയിഡ് ഫംഗ്ഷൻ. ഇത് എത്ര ശതമാനം കാൻഡിഡേറ്റ് മെമ്മറിയിലേക്ക് പോകും. ഇനി കാൻഡിഡേറ്റ് മെമ്മറി, ഇപ്പോൾ ഇവിടെ ഒരു വാല്യൂ ഉണ്ട് v1, ഇവിടെ നിന്നൊരു വാല്യൂ വന്നു, ഇവിടെ നിന്നു. ഓക്കെ, സോ കാൻഡിഡേറ്റ് മെമ്മറിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഐ ആം രാഹുൽ. സോ പ്രീവിയസ്ലി ഐ വന്നു, ആം വന്നു. ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ ഈ ഐയുമായിട്ട് ലിങ്ക് ഉണ്ടാകാം. സോ അത് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ആളാണ് ഈ കാൻഡിഡേറ്റ് മെമ്മറി. ആ കാൻഡിഡേറ്റ് മെമ്മറിൻ്റെ ഇടയ്ക്കും വെയ്റ്റ്സ് ഉണ്ടാവും, ബയസ് ഉണ്ടാവും. ഇവിടുന്ന് വരുന്ന വാല്യൂ ആയിട്ട് ഈ ടാനച്ച് എന്ന് പറയുന്ന ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആരാണ്, എന്താണ് ഈ ടാനച്ച്, നമ്മുടെ സിഗ്മോയിഡ് തമ്മിൽ ഈ ടാനച്ചിൻ്റെ ഡിഫറൻസ് എന്താ? സോ ബേസിക്കലി ടാനച്ച് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഓർ ദിസ് ഗൈ, he decides whether the value should be taken or not. സിഗ്മോയിഡിൽ നമ്മൾ ഡിസൈഡ് ചെയ്തു എത്ര ശതമാനം ഇത് പുതിയ മെമ്മറിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ടാനച്ച് ഇവൻ നമുക്ക് വേണ്ട ആളാണോ, അല്ലെങ്കിൽ ഈ വേർഡ്, ഞാൻ ഇവൻ എന്ന് പറയുന്നത് ഈ വേർഡാണ്. ഓക്കെ, ഡബ്ല്യു, ഈ വേർഡ് നമുക്ക് വേണ്ട ആളാണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ ടാനച്ച്. എക്സാമ്പിൾ രാഹുൽ ഐയുമായിട്ട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, ഇവൻ വേണം. അപ്പോൾ അവൻ്റെ വാല്യൂ ടാനച്ച് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഇ പവർ എക്സ് മൈനസ് ഇ പവർ എക്സ് ഇ പവർ മൈനസ് ഡിവൈഡഡ് ബൈ ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എയ്തർ 1 ഓർ 1 ഇങ്ങനെയായിരിക്കും കിട്ടുക. സോ വേണമെങ്കിൽ 1 വരുമായിരിക്കും, അല്ലെങ്കിൽ -1. സോ അതും അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവിടത്തേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള അടുത്ത ഗേറ്റ് ആണ് ഔട്ട്പുട്ട് ഗേറ്റ്. ഔട്ട്പുട്ട് ഗേറ്റ് പേര് പോലെ തന്നെ ഫൈനൽ അടുത്ത സെല്ലിലേക്ക്, ഇവിടെ നമ്മളെ ഔട്ട്പുട്ട് ഓൾറെഡി വന്നില്ല,
ഇതൊരു സെൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, അടുത്ത സെല്ലിലേക്ക് പോകണം. ഈ ഒരു മെമ്മറി, ഇത്രയും മെമ്മറി അടുത്ത സെല്ലിലേക്ക് പോകണം. സോ അതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ആളാണ് ഈ ഔട്ട്പുട്ട് ഗേറ്റ്. ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഈ ഒരു ലോങ് ടേം മെമ്മറി ഇതിനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുന്ന് tanh ഫംഗ്ഷൻ എടുക്കും. പിന്നെയും ഒരു സം കാൽക്കുലേഷൻ നടക്കും. ഇവിടുന്ന് നമ്മൾ കിട്ടിയ ഔട്ട്പുട്ട് വാല്യൂ, അതായത് ഇവിടെ നിന്നല്ല, നമ്മൾ കൊടുത്ത ഔട്ട്പുട്ട് വാല്യൂ ആയിട്ട് ഇവിടെ സിഗ്മോയിഡ് ഫംഗ്ഷനിൽ പിന്നെയും ഒരു കാൽക്കുലേഷൻ നടക്കും വിത്ത് ഗിവൺ വെയ്റ്റ്സ് ആൻഡ് ബയസ്. എന്നിട്ട് ഇവിടുത്തെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. തിരിച്ച് ഇതാണ് ഹിഡൻ സ്റ്റേറ്റ്. നമ്മുടെ ആദ്യം 0 ഉണ്ടായ ഹിഡൻ സ്റ്റേറ്റ് ഇപ്പം വേറെ എന്തൊക്കെയോ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടില്ലേ? ഇതാണ് ഫ്ലോ, ബേസിക് ഫ്ലോ. പക്ഷേ ഇത് ഒരു സെല്ലാണ്, ഈ ഒറ്റയൊരു സെൽ. നമ്മൾ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ പോക്ക് എന്ന് പറഞ്ഞിട്ട് 50 വാല്യൂ സെറ്റ് ചെയ്യും. ഈ 50 വാല്യൂ സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 50 മെമ്മറി സ്റ്റേറ്റ് ഒരു ഡാറ്റാബേസിനെ എത്ര തവണ റീവിസിറ്റ് ചെയ്യണം, അതാണ് ഈ ഇപ്പോക്ക് വാല്യൂ. ഈ ഇപ്പോക്ക് വാല്യൂ 50 ഇട്ട് കഴിഞ്ഞാൽ ഒരു DBക്ക് ഇത്ര ശതമാനം സെൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വെക്കും. ഇതാണ് ഒരു സെൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടതിൻ്റെ 3 ടൈപ്പ് ഓഫ് സെൽ റെപ്രസെൻറ്റേഷൻ. ഫസ്റ്റ് 0 വാല്യൂ ആയിരിക്കും, പിന്നെ ഒരു വാല്യൂ അപ്ഡേറ്റ് ചെയ്യും, പിന്നെ അടുത്ത വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഫോർഗെറ്റ് ഗേറ്റ്, ഇൻപുട്ട് ഗേറ്റ്, ഔട്ട്പുട്ട് ഗേറ്റ്, ഇങ്ങനെ 3 ഗേറ്റിലോട്ട് കടന്നു പോകും. ഫൈനലി അടുത്ത ലോങ് ടേം മെമ്മറിയിലേക്ക് ഒരു വാല്യൂ കൊടുക്കും, ഹിഡൻ സ്റ്റേറ്റിലേക്ക് ഒരു വാല്യൂ കൊടുക്കും. ഇങ്ങനെ ഒരു നമ്മൾ വെക്ടർ എംബഡിങ്ങിലേക്ക് ഇൻപുട്ട് കൊടുക്കും. അങ്ങനെ ഓരോ സെല്ലും ക്രിയേറ്റ് ചെയ്ത് ഫൈനലി ട്രെയിനിങ് ടൈമാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഐ ആം അതുൽ എന്ന് പറയുന്ന, ഞാനിപ്പോൾ ട്രെയിനിങ് ഡാറ്റ സെറ്റ് കാണിച്ചു തരാം. ഒരു LLM ട്രെയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ എംബഡിങ്സിന് മാച്ച് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് accurately describe the impact of modified Newtonian dynamics. അപ്പോൾ ഈ മോഡിഫൈഡ് ന്യൂട്ടോണിയൻ ഡൈനാമിക്സിന്റെ ഒരു വെക്ടർ എംബഡിങ് ഉണ്ടാവും. ലെറ്റ്സ് ഞാനിപ്പം MOND, ഈ ഒരു വെക്ടർ എംബഡിങ് 090703 ഇതിന് LSTMനോട് പറയും. അതായത് ഈ ക്വസ്റ്റ്യന് കിട്ടേണ്ട ആൻസർ ആണ് ഇത്. Mond is a theory that reduces observed missing variance. So next time നിങ്ങൾ ആ LSTMന് എടുക്കുക, ആ ഒരു മോഡലിൽ എടുക്കുക, പോയി ചോദിക്കും വാട്ട് ഈസ് മോണ്ട് എന്ന് ചോദിക്കുമ്പോൾ എത്ര ശതമാനം നിങ്ങളുടെ കൊടുത്ത പ്രോംപ്റ്റ്, അതായത് ഇവിടെ ഇപ്പോൾ വാട്ട് ഈസ് മോണ്ട്, ഈ മോണ്ടിന് ഓൾറെഡി ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ ഡാറ്റ സെറ്റ് വെച്ച് ട്രെയിൻ ചെയ്ത് ആ LLMന്റെ അകത്ത് മോണ്ടിനൊരു എംബഡിങ് ഉണ്ടാവും. ആ എംബഡിങ്ങും നിങ്ങൾ കൊടുത്ത മോണ്ട് വാല്യൂവിൻ്റെ എംബഡിങ്ങും ഒരു ഇത്ര സിമിലാരിറ്റി പെർസെൻറ്റേജ് കാണിക്കും. അപ്പോൾ ഇത് പിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആൻസർ തരുന്നത്. അതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഡാറ്റ സെറ്റാണ് ഇത്. സോ ഈ ഡാറ്റ സെറ്റിലെ ഈ വിച്ച് ഓഫ് ദ എന്ന് പറയുന്ന ഓരോ വേർഡും നമ്മളെ ഈ ആർക്കിടെക്ചറിൽ പോയി അടുത്ത ഹിഡൻ സ്റ്റേറ്റിലേക്ക് പോയി ട്രെയിൻ ചെയ്ത് ഇതിനെ ഒരു വലിയ LLMലേക്ക് മാറ്റും. അങ്ങനെയാണ് ഒരു LLMന്റെ ബേസിക് ഫോർമേഷൻ നടക്കുന്നത്. സോ ഇൻഡെപ്ത് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഇക്വേഷൻസ് നോക്കാൻ പറ്റും. ലെറ്റ്സ് ഈ ഒരു വെബ്സൈറ്റ് മീഡിയത്തിൻ്റെ അകത്ത് പോയിട്ട് വാട്ട് ഈസ് LSTM എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്. ഇത് LSTM എന്ന് പറയുന്നത് എന്തായാലും കോംപ്ലക്സ് ആണ്. നിങ്ങൾക്ക് ഒരു 2 ദിവസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ huge thing going inside this architecture. You will find out different things are going on. Let's say ഈ ആക്ടിവേഷൻ എന്തുകൊണ്ട് ഈ സിഗ്മോയിഡ് കൊടുത്തു, ഈ സിഗ്മോയിഡിന് എന്തെല്ലോ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് സിഗ്മോയിഡ്സ് ഉണ്ട്, എന്തുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്യണം. സോ
നിങ്ങളുടെ യൂസ് കേസിന് പറ്റിയ LSTM ആർക്കിടെക്ചർ. LSTM ആർക്കിടെക്ചർ തന്നെ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്. LSTM ആർക്കിടെക്ചർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ലൈക്ക് ദോ സ്റ്റാൻഡേർഡൈസ് വനില, ഇതാണ് കോർ LSTM. ഇനി ബൈ ഡയറക്ഷണൽ, 2 ഡയറക്ഷനിലേക്ക് പോകുന്നതുണ്ട്. ഇത് നിങ്ങളുടെ യൂസ് കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സ്റ്റാക്കഡ്, മൾട്ടിപ്പിൾ LSTM ലെയേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന രീതി, അതായത് നിങ്ങളുടെ ഒരു വാല്യൂ അടുത്ത വാല്യൂ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട്, സോ ഇങ്ങനെ സ്റ്റാക്കായിട്ട് പോകുന്ന ഒരു യൂസ് കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്. അതിലൊരു ആർക്കിടെക്ചറിൻ്റെ ഒരു സിഗ്മോയിഡ് ഫംഗ്ഷൻ ഏത് ഇക്വേഷൻ ഡിസൈഡ് ചെയ്യണമെന്ന് ആ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്തതിൻ്റെ ബേസിസിൽ. സോ നമ്മളിപ്പോൾ കണ്ടത് ഒരു വെനില LSTM ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തത് വെനില LSTM. സോ അതിൻ്റെ ഇക്വേഷൻ്റെ, അതിൻ്റെ ഫോർഗെറ്റ് ഗേറ്റിൻ്റെ ഇക്വേഷൻ ആണിത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ബയസ് ഫാക്ടർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെയിറ്റ് ഉണ്ട്. ഇതൊന്നും റാൻഡം ആയിട്ടില്ല. ഇപ്പം ഞാനിവിടെ കൊടുത്തത് റാൻഡം ആയിട്ടാണ്. ബട്ട് ഒരു റിയൽ വേൾഡ് കേസ്, ഒരു റിയൽ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ മോഡൽ ഡോട്ട് ഫിറ്റ് എന്ന് പറയുമ്പോൾ ബിഹൈൻഡിൽ ഇത് റാൻഡം ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള സെർട്ടൈൻ ലൈബ്രറീസ് അവിടെ ആക്റ്റീവ് ആയിരിക്കും. സോ അങ്ങനെ മൾട്ടിപ്പിൾ ടൈം ഓഫ് എന്താ പറയുക, ഒരു വേർഡ് ഒരു ഹിഡൻ സ്റ്റേറ്റിലേക്ക് പോയി, പിന്നെ അത് ഫോർഗേറ്റ് ഗേറ്റിൽ പോയി, ഇൻപുട്ട് ഗേറ്റിൽ പോയി, പിന്നെ ഔട്ട്പുട്ട്, അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേറ്റിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയി ഒരു മോഡൽ ട്രെയിൻ ആവും. ഇതാണ് ഒരു ഹോൾ LSTM ആർക്കിടെക്ചർ. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ലേബലും ഇതും കൊടുത്തു കഴിഞ്ഞാൽ LSTM ഒരു സൂപ്പർവൈസ്ഡ് ആണല്ലോ, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണല്ലോ, അതിനൊരു ലേബൽ വേണം. സോ ഐ ആം അതുൽ എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ഐ ആം അതുൽ, ആ ഐക്ക് ഉണ്ടാകുന്ന എംബഡിങ്, ആമിന് ഉണ്ടാകുന്ന എംബഡിങ്, അത് കഴിഞ്ഞിട്ട് അതുലിന് ഉണ്ടാകുന്നുണ്ടാകും. ഈ ഐക്കും അതുലിനും ഉണ്ടാകുന്ന എംബഡിങ് സിമിലാരിറ്റീസ്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ആർക്കിടെക്ചർ വെച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇക്വേഷൻ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ബേസിക് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ മോർ നിങ്ങൾക്ക് ഇക്വേഷൻ ലെവൽ റെഫർ ചെയ്യണമെങ്കിൽ ഈ വെബ്സൈറ്റ് ഞാൻ പിൻ ചെയ്തിടാം. സോ ഇതിന് കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഇത് നിങ്ങൾ ഇതിൽ ഈ മീഡിയത്തിൽ സെർച്ച് ചെയ്ത് കിട്ടും. സോ യാ, ദാറ്റ്സ് ഇറ്റ് for the LSTM architecture. Thank you. Yeah.